ഫ്രണ്ട്സ്, ക്ലിയർ ടിപ്സ് മീഡിയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരത്തെ കൂട്ടക്കൊലപാതകങ്ങൾ, അതിനെപ്പറ്റി ഓർക്കാനോ പറയാനോ പോലും ബുദ്ധിമുട്ടാണ്. എങ്കിലും സമീപകാലത്തും ഈ കഴിഞ്ഞ വർഷങ്ങളിലും നടന്ന ചില കൊലപാതകങ്ങൾ നോക്കിയാൽ ഏറ്റവും അധികം ഞെട്ടിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കൂടത്തായി കേസിലെ ജോളി, ഷാരോൺ വധക്കേസിലെ ഗ്രീഷ്മ, പിന്നെ നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി, ഇവയെല്ലാം നോക്കിയാൽ കുടുംബാംഗങ്ങളിൽ പെട്ടവരോ സ്നേഹിച്ചവരോ ഒക്കെയാണ് ദാരുണമായി കൊല്ലപ്പെട്ടതും കൊല ചെയ്തതും. കൊലപാതകം ചെയ്തിരിക്കുന്നവരൊക്കെയും യുവാക്കളും യുവതികളും. നമ്മൾ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരായി കാണുന്ന നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മൾ സ്നേഹിക്കുന്നവരും നാളെ നമ്മുടെ ജീവൻ എടുത്തേക്കുമോ എന്നുള്ള ഭയത്തോടെ ജീവിക്കേണ്ട കാലമായിരിക്കുന്നു. അഫാൻ എന്ന ചെറുപ്പക്കാരൻ, 23 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ സ്വന്തം അമ്മയെ കൊല്ലാൻ ശ്രമിച്ചു. പിന്നീട് സ്വന്തം ബന്ധുക്കളെയും പെൺ സുഹൃത്തിനെയും സ്വന്തം അനിയനെ പോലും ക്രൂരമായി കൊന്നിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞപ്പോൾ കാര്യം പെട്ടെന്ന് തീർന്നു. പക്ഷെ ഇത് കേട്ടപ്പോഴുള്ള നടുക്കം അതിപ്പോഴും മാറുന്നില്ല. നമ്മുടെ ഇഷ്ടത്തിന് എതിര് നിൽക്കുന്നവരെയൊക്കെ കൊന്നു തള്ളുക എന്ന രീതിയിലുള്ള ഈ പുതിയ നയം എവിടെ നിന്നും വന്നു? എന്തുകൊണ്ടാണ് ജീവൻ ഇപ്പോൾ ഒരു വിലയുമില്ലാത്തത്? മനുഷ്യനേക്കാൾ മൃഗങ്ങൾ എത്രയോ ഭേദം എന്ന് കരുതേണ്ടിയിരിക്കുന്നു. ഇത്രയും പേരെ വകവരുത്തിയിട്ട് പോലീസിന് മുന്നിൽ കീഴടങ്ങിയത് വധശിക്ഷ കിട്ടാതിരിക്കാൻ വേണ്ടിയായിരിക്കുമോ? അതോ സ്വന്തം അനുജനെ കൊന്നു കഴിഞ്ഞപ്പോൾ ഒന്നും വേണ്ടായിരുന്നു എന്ന കുറ്റബോധം തോന്നിയിട്ടോ? എന്തൊക്കെയായാലും മലയാളികൾക്ക് ഈ ക്രൂരകൃത്യം ക്ഷമിക്കുവാൻ ഒരിക്കലും കഴിയില്ല. ഇന്നത്തെ യുവതലമുറയുടെ ഉപബോധ മനസ്സുകളിൽ വൈരാഗ്യവും വെറുപ്പും കൊലവെറിയും കുത്തിയുറയ്ക്കുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കണം. അഫാന്റെ സ്വഭാവത്തെക്കുറിച്ച് നാട്ടുകാർ പറഞ്ഞത് കേട്ടിരുന്നു. അവൻ ആരോടും മിണ്ടുന്ന തരത്തിൽപ്പെട്ടവനല്ല എന്ന്, ആരുമായി ഒരു ബന്ധവുമില്ല എന്ന്. അങ്ങനെയുള്ള സ്വഭാവമുള്ളവരെ നമ്മൾ നോട്ട് ചെയ്യണം എന്നല്ലേ ഇത് പഠിപ്പിക്കുന്നത്? അങ്ങനെ ആരുമായും ബന്ധമില്ലാതെ ആരോടും സംസാരിക്കാതെ ജീവിക്കുന്ന യുവാക്കളുടെയും കുട്ടികളുടെയും മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ കടന്നു വരാൻ വളരെ എളുപ്പമാണ്. അവർക്ക് ആരോടും സ്നേഹമുണ്ടാവില്ല. ഈ ഇടക്കാണ് പണി എന്ന സിനിമ ഓർമ്മ വരുന്നു. അതിലെ പ്രധാന വില്ലൻ കഥാപാത്രങ്ങളിൽ ഒരാൾ അങ്ങനെ ഒരാളായിരുന്നു. ഒരുപാട് സംസാരിക്കാത്ത, വികാരങ്ങൾ പ്രകടിപ്പിക്കാതെ ഒരു സൈക്കോ. അവനെപ്പോലെയുള്ള ആളുകളെ നമ്മൾ സൂക്ഷിക്കണം, പ്രത്യേകിച്ച് ആ സ്വഭാവമുള്ള യുവാക്കളെ. ഇന്നത്തെ യുവാക്കൾ വളർന്നിരിക്കുന്നത് സാധാരണ ലോകത്തിലല്ല. അവരുടെ ലോകത്തിൽ 80% ഫോണും ടെലിവിഷനും സിനിമകളും സോഷ്യൽ മീഡിയയും ഒക്കെയാണ്. ഇന്നത്തെ ഒരു 35 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ പച്ചയായ ജീവിത സാഹചര്യങ്ങൾ കണ്ടു വളർന്ന് യൗവനകാലമായപ്പോൾ മാത്രമാണ് സോഷ്യൽ മീഡിയയുടെയും ഫോണിൻ്റെയും ഡിജിറ്റൽ വേൾഡിൻ്റെയും ഒക്കെ വലയത്തിലായുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് പക്വതയുമുണ്ട്. പക്ഷേ ഒരു 30 വയസ്സിൽ താഴെയുള്ളവർ, പ്രത്യേകിച്ചും 25 വയസ്സിന് താഴെയുള്ളവർ ചെറുപ്പം മുതലേ കണ്ടു പരിചയിച്ചിരിക്കുന്നത് ഡിജിറ്റൽ സ്ക്രീനിലെ ഒരു സാങ്കല്പിക ലോകത്തിലാണ്. നല്ല കുടുംബാന്തരീക്ഷമോ സാമൂഹ്യ അന്തരീക്ഷമോ ഇല്ലാതെ വളരുന്ന കുട്ടികളെയാണ് കൂടുതലും ഇത് അഫക്റ്റ് ചെയ്യുന്നത്. അവരുടെ ഒരു മൈൻഡ് വെച്ച് ചിന്തിച്ചു നോക്കിയാൽ സിനിമകളിലെ വയലൻസും ചുറ്റിക കൊണ്ടുള്ള കൊലപാതകങ്ങളും സൈക്കോ ത്രില്ലേഴ്സും ഒക്കെ കണ്ടുകൊണ്ട് പരുവപ്പെടുത്തി വന്നൊരു മനസാക്ഷിയായിരിക്കാം അവർക്കുള്ളത്. ഇതൊക്കെ ചെറുപ്രായത്തിലേ കണ്ടുകൊണ്ട് അതൊരു തെറ്റാണെന്ന് പോലും തോന്നാത്തത്ര ഭയാനകമായ ഒരു അവസ്ഥയിൽ അവരുടെയൊക്കെ വ്യക്തിത്വം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൂടെ വളമായിട്ട് മയക്കുമരുന്ന് കൂടി ആയാൽ പിന്നെ പറയുകയും വേണ്ട. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിനെ നിയന്ത്രിക്കുവാൻ, കുറയ്ക്കുവാൻ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? നിങ്ങളൊന്ന് എണ്ണി നോക്കിയാൽ മതി. കോവിഡ് തുടങ്ങിക്കഴിഞ്ഞ് ഇറങ്ങിയ എത്ര സിനിമകൾ വയലൻസ് ആയിരുന്നു എന്ന്. ജോജി എന്ന സിനിമ എന്തായിരുന്നു? 5-ാം പാതിര, ഫോറൻസിക്, പണി, മാർഗോ, അങ്ങനെ എത്രയെത്ര സിനിമകൾ. ഫുൾ കൊലപാതകങ്ങൾ, സീരിയസ് കില്ലിംഗ്, വയലൻസ്. ഇതൊക്കെ തിയേറ്ററിൽ കുട്ടികളെ കാണിക്കില്ലെങ്കിലും ഇതൊക്കെ OTTയിലും ടെലിവിഷനിലും വരുമ്പോൾ കുട്ടികൾ കാണും. അത് മാത്രമല്ല, കൂട്ടക്കൊലകളും വാർത്തകളും അതെങ്ങനെ നടപ്പിലാക്കി എന്നുള്ള വിശദ വിവരങ്ങളും കുറച്ചു കഴിയുമ്പോൾ അതിനെ ആധാരമാക്കിയുള്ള സിനിമകളും ഇറങ്ങുന്നു. കൊലപാതകം ചെയ്തവർ അങ്ങനെ കുപ്രസിദ്ധരാകുന്നു. ചിലർക്ക് വധശിക്ഷ വിധിക്കും, പക്ഷെ വർഷങ്ങൾ കഴിയുമ്പോൾ അത് ജീവപര്യന്തമാക്കും. ഷാരോൺ വധക്കേസിലെ ഗ്രീഷ്മ പറഞ്ഞതുപോലെ ജീവപര്യന്തം 14 വർഷം, അത് കഴിഞ്ഞ് ഞാൻ ജീവിച്ചോളാം എന്ന് ചിന്തിക്കാൻ, അതും 5-6 പേരെ കൊന്നവർക്ക് ചിന്തിക്കാൻ എന്ത് പ്രയാസം. കാരണം അവരുടെ മനസ്സ് അത്രമേൽ ശില പോലെയാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ കുറയ്ക്കുവാൻ നമുക്കിനി എന്താണ് ചെയ്യാൻ കഴിയുക? നമുക്ക് ശബ്ദമുയർത്താൻ കഴിയും. ലഹരി മരുന്നുകൾക്കെതിരെ, വയലൻസ് പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾക്കെതിരെ. പക്ഷേ ആര് കേൾക്കാൻ? എന്ത് പ്രയോജനം? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിനകത്താണ്. ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കോളൂ. അസ്വാഭാവികമായ എന്തെങ്കിലും അവരുടെ സ്വഭാവത്തിലുണ്ടോ എന്ന്. നാളെ നിങ്ങളുടെ മക്കൾ ഒരു ക്രിമിനലായി മാറാൻ സാധ്യതയുണ്ടോ എന്ന്. നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ സന്തോഷമുണ്ടോ എന്ന്. നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ പരസ്പര സംസാരമുണ്ടോ എന്ന്. സ്നേഹമുണ്ടോ എന്ന്. എന്തെങ്കിലും കുഴപ്പമുള്ളതായി തോന്നിയാൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾ നോക്കിക്കോളൂ. വീട്ടിൽ സന്തോഷത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിച്ചില്ലെങ്കിൽ നാളെ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളുടെ ഉറവിടമാകും നിങ്ങളുടെയും കുടുംബം. ഇനി ഇവിടെ ഈ കൊലകൾ നടത്തിയ അഫാനോട് 2 വാക്ക്. നീ കൊലവെറി കൂടി ചെയ്തു കൂട്ടിയ കൊലപാതകങ്ങൾക്ക് മാപ്പില്ല. നീ ഒരു ഹീറോയല്ല.
സ്വന്തം അമ്മ. നിർഭാഗ്യവശാൽ ആ സ്ത്രീക്ക് ബോധം വന്നാൽ തൻ്റെ ഇളയ മകനെ ഓർത്ത് അവരുടെ ഹൃദയം തകരുന്നതോർത്തിട്ട് പോലും അവരെ നേരിട്ട് പരിചയമോ കണ്ടിട്ടോ ഇല്ലാത്ത ലക്ഷക്കണക്കിന് മലയാളികൾ വേദനിക്കുന്നുവെങ്കിൽ അഫാനെ, നീ മനസ്സിലാക്കുക, കൊടും ക്രൂരതയാണ് നീ ചെയ്തത്. അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത നിന്റെ മനസ്സിനെ ഓർത്ത് കഷ്ടമെന്നേ പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.